അപ്പോൾ എനിക്കും കിട്ടി ഈ വർഷം മാമ്പഴം. ഒരു 5 മാമ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. ഇത്തവണ നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ ഊർമിള ഉണ്ണി പറയണ ആ മെത്തേഡ് പ്രകാരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാമ്പഴം ചട്ടിയിൽ വെച്ചിട്ട് കുറച്ച് ശർക്കര ഒഴിച്ച് നമ്മൾ വേവിച്ചെടുത്ത് കുറുതായി വന്നപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് വരട്ടിയെടുത്തു കേട്ടോ. നമ്മൾ നന്നായി ഒന്ന് വരണ്ട് വരട്ടെ. പക്ഷേ ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റേജിൽ തന്നെ നല്ല സ്മെല്ല് വന്നിരുന്നു. ഞാനൊന്നും നെയ്യ് ഒഴിക്കാറില്ല കേട്ടോ. പിന്നെ കുറച്ച് നാളികേരം എടുത്തു, അതിലേക്ക് കുറച്ച് കട്ടത്തൈര് ഒഴിച്ചു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ. നല്ല വെണ്ണ പോലെ അരയണം, അതാണ് അതിൻ്റെ പാകം. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം കേട്ടോ. പിന്നെ കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തു നന്നായി അരച്ചെടുത്തു കേട്ടോ. ദേ നമ്മുടെ മാമ്പഴം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ സവോളയൊക്കെ ഇടാറുണ്ട് കേട്ടോ സാധാരണ മാമ്പഴ പുളിശ്ശേരിയിൽ. ആദ്യമായിട്ട് എങ്ങനെ തയ്യാറാക്കണേ, നമ്മുടെ വെണ്ണ പോലെ അരച്ച അരപ്പ് ചേർക്കാണ്. ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിതിന് എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കഴിച്ചു നോക്കിയപ്പോഴല്ലേ എന്ത് ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു രക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് താളിച്ചൊഴിക്കലാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ കുറച്ച് എടുക്കുന്ന ആളാണ്. അപ്പോൾ അതിലേക്ക് ഉലുവയും അതുപോലെ കടുകും ഇട്ട് പൊട്ടിച്ച്, പിന്നെ ഞാൻ വറ്റൽമുളക് ചേർത്തില്ല. ഇവിടെ ആർക്കും അധികം വലിയ താല്പര്യമില്ല, അത് കാരണം ചേർക്കാതിരുന്നത്. കറിവേപ്പിലയിട്ട് നന്നായി മൊരിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിൽ ചേർത്തു. ടേസ്റ്റൊന്നും പറയാതിരിക്കാൻ നല്ലത്. എല്ലാവരും ട്രൈ ചെയ്യണം, സൂപ്പർ ടേസ്റ്റാണ്.